വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ AEC ഫോർ ഹ്യൂമാനിറ്റീസിലെ റിപ്പീറ്റ് ഔട്ട് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. പീറ്റർ വെയർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഡെഡ് ബോയ്സ് സൊസൈറ്റി എന്ന സിനിമയിൽ നിന്നുള്ളൊരു രംഗമാണ്. നമ്മളിവിടെ ആ സീനിൻ്റെ ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. The repeat out scene in Dead Poets Society highlights Mr. Keating's unconventional teaching methods and philosophy about poetry and life. അപ്പോൾ ഈ ഒരു സീനിൽ നമ്മൾ കാണുന്നത് ആ സ്കൂളിലേക്ക് പുതിയൊരു അധ്യാപകൻ വന്നിരിക്കുകയാണ്, മിസ്റ്റർ കീറ്റിങ്സ്. ആൾ പോയട്രിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അയാളുടെ അൺകൺവെൻഷണൽ ടീച്ചിങ് മെത്തേഡ്, അസാധാരണമായിട്ടുള്ളൊരു ടീച്ചിങ് മെത്തേഡും അതുപോലെ തന്നെ പോയട്രിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളുമാണ് ഈ ഒരു രംഗത്ത് പങ്കുവയ്ക്കുന്നത്. ഇൻ ദ സീൻ, മിസ്റ്റർ കീറ്റിംഗ് ആസ്ക്സ് എ സ്റ്റുഡൻറ് ടു റീഡ് ദി ഇൻട്രൊഡക്ഷൻ ടു ദെയർ പോയട്രി ടെക്സ്റ്റ് ബുക്ക് ടൈറ്റിൽ അണ്ടർസ്റ്റാൻഡിംഗ് പോയട്രി ബൈ ഡോക്ടർ ജെ എവാൻസ് പ്രിച്ചാർഡ് PhD. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ള അധ്യാപകൻ അവരുടെ ടെക്സ്റ്റ് ബുക്ക്, പോയട്രിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തുകൊണ്ട് അതിലെ ഇൻട്രൊഡക്ഷൻ വായിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻറ്റിനോട് പറയുകയാണ്. അതിന് അണ്ടർസ്റ്റാൻഡിംഗ് പോയട്രി എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ ജെ ഇവാൻസ് പിച്ചാർഡ് PhD എന്നുള്ള ഒരു സ്കോളറാണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളത്. ദ ടെക്സ്റ്റ് എക്സ്പ്ലെയിൻസ് എ ടെക്നിക്കൽ മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് പോയട്രി എംഫസൈസിങ് മെട്രിക്സ് ലൈക്ക് റൈം, മീറ്റർ ആൻഡ് ഫോം. അപ്പോൾ ആ ഇൻട്രൊഡക്ഷനകത്ത് പറയുന്നത് ഈ പോയട്രിയുടെ റൈം, മീറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഒരു പോയത്തിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. ഈവൻ സജസ്റ്റിംഗ് ദ യൂസ് ഓഫ് ഗ്രാഫ്സ് ടു മെഷർ എ പോയംസ് ഗ്രേറ്റ്നെസ്. അത് വളരെ മെത്തഡിക്കലായിട്ട് ഒരു ഗ്രാഫൊക്കെ വരച്ചുകൊണ്ട് ഒരു പോയത്തിൻ്റെ ഗ്രേറ്റ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മെത്തേഡാണ് ഈ ഇൻട്രൊഡക്ഷനകത്ത് പറയുന്നുള്ളത്. Keating sarcastically illustrates this by drawing a graph on the board which the students obediently copy. അപ്പോൾ സ്റ്റുഡൻറ്റ് ഇങ്ങനെ ഈ ഗ്രാഫിനെ കുറിച്ചിട്ടുള്ള ഭാഗമൊക്കെ വായിക്കുന്ന സമയത്ത് അത് സർക്കാസ്റ്റിക് ആയിട്ട് പരിഹസിക്കുന്ന രീതിയിൽ ഈ ടീച്ചർ ബോർഡിനകത്ത് ആ ഒരു ഗ്രാഫൊക്കെ വരച്ച് കാണിച്ചു കൊടുക്കുന്നു. സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ സമയത്ത് സാധാരണ ഒരു ക്ലാസ്സിൽ ചേർന്നത് പോലെ ടീച്ചർ ബോർഡിൽ വരയ്ക്കുന്നത് അതേപോലെ തന്നെ നോട്ട് ബുക്കിൽ ഇങ്ങനെ പകർത്തി വരയ്ക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. Once the reading concludes, Keating shocks students by instructing them to rip the page from their books, declaring, "We are not laying pipes, we are talking about poetry." അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ആ ഭാഗം വായിച്ചു കഴിഞ്ഞ ശേഷം ഇവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ടീച്ചർ പറയുന്നത്. ഈ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം നമുക്കില്ല, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കീറിക്കളയാൻ വേണ്ടിയിട്ടാണ് അധ്യാപകൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മളിവിടെ ഈ പൈപ്പ് ഇടുന്നത് പോലെയുള്ള ഒരു പ്ലംബിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു വർക്കല്ല നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മൾ പോയട്രിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മെത്തേഡുകളും ഗ്രാഫുകളും വരച്ചിട്ടുള്ള സംവിധാനമൊന്നും പോയട്രിക്ക് ചേരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കീറിക്കളയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആഫ്റ്റർ ഇനീഷ്യൽ ഹെസിറ്റേഷൻ ദ സ്റ്റുഡൻസ് എന്തൂസിയാസ്റ്റിക്കലി ടിയർ ദ പേജസ്. അപ്പോൾ തുടക്കത്തിൽ ഈ സ്റ്റുഡൻസ് ഒക്കെ ഒന്ന് അമ്പരക്കുന്നുണ്ട്. ഈ ടെക്സ്റ്റിലെ പേജ് കീറിക്കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മടിക്കും സ്വാഭാവികമായിട്ടും. എന്നാൽ ഈ ടീച്ചർ സീരിയസ് ആയിട്ടാണ് പറയുന്നത് മനസ്സിലാക്കുമ്പോൾ അവരും വളരെ ആവേശത്തോട് കൂടിയിട്ട് ഒരു കളിയൊക്കെ പോലെ ആ പേജുകളൊക്കെ കീറിക്കളയുന്നത് കാണുന്നു. കീറ്റിംഗ് എക്സ്പ്ലെയിൻസ്, "Be gone, J. Evans Pritchard PhD, as the classroom fills with energy." അപ്പോൾ ഇത് കൂടാതെ ഈ പേജ് കീറുന്ന സമയത്ത് ഈ അധ്യാപകൻ പറയുന്നുണ്ട്, "Be gone, J. Evans Pritchard PhD." കടന്നു പോകും തൻ്റെ PhDയും ഡിഗ്രിയും കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിയിൽ ആളിങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഭയങ്കര ഉത്സാഹമാവുന്നു. The commotion attracts another teacher who briefly enters the room, surprised by the scene, but leaves without intervening. അപ്പോൾ ക്ലാസ്സിൽ ചെറിയ ഇതിലൊരു ബഹളമൊക്കെ ഉണ്ടായി തുടങ്ങുന്നു. അപ്പോൾ വേറൊരു ടീച്ചർ, ഒരു അധ്യാപകൻ അവിടെ വന്ന് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ വേറൊരു അധ്യാപകൻ ഉണ്ട് എന്ന് കാണുന്ന സമയത്ത് ആൾ പിന്നെ കാര്യമൊന്നും പറയാതെ തിരിച്ചു പോകുന്നു. Keating then explains his rationale, telling the students they are waging a war against those who sterilize poetry by reducing it to measurable elements. അതിനുശേഷം അദ്ദേഹം തൻ്റെ ആശയം വിദ്യാർത്ഥികളോട് പറയുകയാണ്, നമ്മളിവിടെ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്, ഇതുപോലെ പോയട്രീനെയൊക്കെ വില കുറച്ച് കാണുന്ന ആളുകൾക്കെതിരെയുള്ള ഒരു യുദ്ധമാണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. He emphasizes that his class will focus on thinking independently and savoring the beauty of words and ideas which he believes can change the world. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പോയട്രി പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അപ്പോൾ പോയട്രി ക്ലാസ്സിനകത്ത് ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അതുപോലെ ഈ വാക്കുകളുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാനുമുള്ളൊരു സ്പേസാണ് ഉണ്ടായിരിക്കുക.
അതല്ലാതെ ഈ ടെക്സ്റ്റിൽ പറയുന്നത് പോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മെത്തേഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കില്ല ആളുടെ ക്ലാസ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നത് വാക്കുകൾക്ക് ലോകത്തെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട്, ആ രീതിയിൽ വേണം നമ്മൾ വാക്കുകളെ സമീപിക്കാൻ എന്നാണ്. അഡ്രസ്സിംഗ് ദർ സ്കെപ്റ്റിസിസം, he acknowledges that many view poetry as irrelevant to practical ambitions like a medical or business school. അപ്പോൾ പല സ്റ്റുഡൻസിനും ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് അദ്ദേഹം തിരിച്ചറിയുന്നു. അവരൊക്കെ തന്നെയും വേറെ വിഷയങ്ങൾ പഠിക്കുന്ന ആളുകളാണ്, അതിന്റെ ഭാഗമായിട്ട് ഒരു സബ്ജക്റ്റ് ആയിട്ട് മാത്രമാണ് അവർക്ക് ഇംഗ്ലീഷ് വരുന്നത്. ഇപ്പൊ നമുക്കുള്ളത് പോലെ തന്നെ നമ്മൾ വേറെ വിഷയങ്ങൾ പഠിക്കുന്നു, അതിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് വരുന്നു. അപ്പോൾ ആ ടെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ച് മാർക്ക് വാങ്ങിയ പോലെ എന്തിനാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ ചില വിദ്യാർത്ഥികൾക്ക് സംശയമുള്ളതായിട്ട് അദ്ദേഹം തിരിച്ചറിയുന്നു. എന്നിട്ട് അത് അഡ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. However, he argues that while pursuits like medicine and engineering sustain life, poetry, beauty, romance and love are what make life worth living. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മെഡിസിൻ, എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതാണ്, ആവശ്യമാണ്. പക്ഷെ ജീവിതത്തിന് ഒരു അർത്ഥം നൽകുന്നതും ജീവിതത്തിന് ഒരു സന്തോഷം നൽകുന്നതും എല്ലാം പോയട്രി, ബ്യൂട്ടി, റൊമാൻസ്, ലവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അതുകൊണ്ടാണ് പോയട്രിയെ അവർ ഇഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ടു ഇൻസ്പയർ ദം ഫർദർ, കീറ്റിംഗ് കോട്സ് വാൾട്ട് വിറ്റ്മാൻസ് ഓ മീ ഓ ലൈഫ്, emphasizing the importance of individuality and the students' role in contributing to the powerful play of life. അപ്പോൾ അവരെ ഇൻസ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാൾട്ട് വിറ്റ്മാൻ എന്ന ഫേമസ് അമേരിക്കൻ പോയറ്റിന്റെ ഒരു പോയത്തിൽ നിന്ന് വരികൾ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പൊതുവിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇദ്ദേഹത്തിന്റെ ഒരു സ്പീക്കിംഗ് മെത്തേഡ്, അദ്ദേഹം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ള കാര്യം. രണ്ടാമത്, അദ്ദേഹം സംസാരിക്കുന്നതിലെ ഒരു ആശയം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാൽ ഈ ആർട്ടും ലവും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥം നൽകുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് മറക്കരുത് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ദാറ്റ് മേക്ക് എ പോയം ഗ്രേറ്റ് അക്കോർഡിംഗ് ടു ദി ആർട്ടിക്കിൾ റെഡ് ഔട്ട് ഇൻ ദ ക്ലാസ്? ഇനി ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ചിട്ടുള്ള ആർട്ടിക്കിൾ പ്രകാരം ഒരു പോയത്തെ ഗ്രേറ്റ് ആക്കുന്നത് എന്താണ്? According to the article, important aspects that make a poem great include its rhyme, meter, figures of speech and the perfection of its form. പോയത്തിനകത്തുള്ള റൈമ്, മീറ്റർ, അതുപോലെ തന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അതിൻ്റെ ഫോം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പോയത്തെ ഗ്രേറ്റ് ആക്കുന്നതായിട്ട് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. ദി ആർട്ടിക്കിൾ സജസ്റ്റ് ദേ ക്യാൻ ബി മെഷേർഡ് ത്രൂ ഗ്രാഫ്സ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. ഈ കാര്യങ്ങളൊക്കെ ഒരു ഗ്രാഫ് വരച്ചുകൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റും എന്ന് വരെ ആ ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. Why does Mr. Keating ask the learners to tear off the article from their textbook? ഇനി ഈ ആർട്ടിക്കിളിന്റെ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കീറിക്കളയാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്? Mr. Keating asks the learners to tear off the article because he believes it sterilizes poetry by reducing it to rigid metrics. പോയട്രിയെ വില കുറിച്ച് കാണുകയാണ്, അതിൻ്റെ ആ ഒരു ഇമോഷണൽ ഡെപ്ത് മനസ്സിലാക്കാതെ അതിൻ്റെ റൈമ്, മീറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയട്രിയെ ചുരുക്കുകയാണ് ആ ആർട്ടിക്കിളിനകത്ത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് കീറിക്കളയാൻ വേണ്ടി പറയുന്നത്. ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് ഇറ്റ് അണ്ടർമൈൻസ് ദ ബ്യൂട്ടി ആൻഡ് പാഷൻ ഓഫ് പോയട്രി. അപ്പോൾ ഇങ്ങനെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പോയട്രിയുടെ ഒരു ബ്യൂട്ടിയും പാഷനുമെല്ലാം വില കുറിച്ച് കാണുകയാണ് ആ ആർട്ടിക്കിളിനകത്ത് അദ്ദേഹം പറയുന്നത്. വാട്ട് ഡസ് മിസ്റ്റർ കീറ്റിംഗ് വാണ്ട് ഹിസ് ലേണേഴ്സ് ടു ലേൺ ഇൻ ഹിസ് ക്ലാസ്? ഇനി അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ എന്തായിരിക്കും പഠിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. മിസ്റ്റർ കീറ്റിംഗ് വാണ്ട്സ് ഹിസ് ലേണേഴ്സ് ടു തിങ്ക് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് സേവർ ദ ബ്യൂട്ടി ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ഈ പോയട്രി ക്ലാസ്സിൽ ഭാഷയുടെ ഒരു സൗന്ദര്യവും അതുപോലെ തന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. വാട്ട് ഒപ്പീനിയൻ ഡു മോസ്റ്റ് ഓഫ് ദ ലേണേഴ്സ് ഇൻ ക്ലാസ് ഹാവ് അബൌട്ട് സ്റ്റഡിയിങ് പോയട്രി? ഇനി പോയട്രി പഠിക്കുന്നതിനെ കുറിച്ചിട്ട് ആ ക്ലാസ്സിലുള്ള ഭൂരിഭാഗം ആളുകളുടെയും ഒരു അഭിപ്രായം എന്തായിരുന്നു? Most of the learners view studying poetry as an obligation as it is part of the syllabus. അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളും ഈ പോയട്രി ഒക്കെ പഠിക്കുന്നത് അത് സിലബസിൽ ഉള്ളതാണ്, ആ സബ്ജക്റ്റ് ഉള്ളത് കാരണം കൊണ്ട് പാസ്സാവാൻ വേണ്ടിയിട്ട് പഠിക്കണം എന്നുള്ള ഒരു മനസ്സോട് കൂടിയിട്ടാണ് അവരെല്ലാം അതിനെ കാണുന്നത്. They see it as irrelevant to their practical ambitions like attending medical or business school. അവർ വേറെ വിഷയങ്ങൾ, മെഡിക്കൽ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയിട്ടുള്ള മറ്റ് വിഷയങ്ങൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടൊരു സബ്ജക്റ്റ് ആയിട്ടാണ് അവർക്ക് ഈ പോയട്രി അല്ലെങ്കിൽ ഇംഗ്ലീഷ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആ പ്രൊഫഷണൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളോടാണ് താല്പര്യമുള്ളത്. ഇതൊക്കെ ഇംഗ്ലീഷും പോയട്രിയൊക്കെ വെറുതെയാണെന്നുള്ളൊരു അഭിപ്രായമാണ് അവർക്കുള്ളത്. വൈ ഡു വി റീഡ് ആൻഡ് റൈറ്റ് പോയട്രി അക്കോർഡിംഗ് ടു മിസ്റ്റർ കീറ്റിംഗ്?
ഇനി നമ്മൾ കവിതകൾ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അക്കോർഡിംഗ് ടു മിസ്റ്റർ കീറ്റിംഗ്, വി റീഡ് ആൻഡ് റൈറ്റ് പോയട്രി ബിക്കോസ് വി ആർ മെമ്പേഴ്സ് ഓഫ് ദ ഹ്യൂമൻ റേസ് വിച്ച് ഈസ് ഫിൽഡ് വിത്ത് പാഷൻ. നമ്മളെല്ലാം മനുഷ്യരെല്ലാം പാഷനേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പോയട്രി എഴുതുകയും വായിക്കുകയും ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പോയട്രി ഹെൽപ്സ് സെലിബ്രേറ്റ് ബ്യൂട്ടി, റൊമാൻസ് ആൻഡ് ലവ്, ദ ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് ലൈഫ് വർത്ത് ലിവിങ്. ജീവിതത്തിന് അർത്ഥം നൽകുന്ന കാര്യങ്ങളായിട്ടുള്ള ബ്യൂട്ടി, റൊമാൻസ്, ലവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയട്രിക്ക് സാധിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പോയട്രി എഴുതുകയും വായിക്കുകയും ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ മിസ്റ്റർ കീറ്റിംഗ്സ് വേർഡ്സ്. വി ആർ നോട്ട് ലേയിങ് പൈപ്സ്, വി ആർ ടോക്കിംഗ് അബൌട്ട് പോയട്രി. ഇനി ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പേജ് കീറിക്കളയാൻ പറയുന്ന സമയത്ത് നമ്മളിവിടെ പൈപ്പ് ഇടുകയോ അല്ലെങ്കിൽ പ്ലംബിംഗ് വർക്ക് ചെയ്യുകയല്ല, നമ്മൾ പോയട്രിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? He critiques the textbook's rigid approach, which treats poetry like a technical formula to be measured and analyzed. ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ള ആർട്ടിക്കിളിനകത്ത് പോയട്രിയെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഫോർമുലയുടെ അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പോയട്രി ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വാചകം പറയുന്നത്. By comparing poetry to a technical task like laying pipes, he emphasizes that poetry is not about precision or structure alone. അപ്പോൾ ഈ പ്ലംബിംഗ് പോലുള്ള വർക്കുകൾ നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറും ഫോമും ഒക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോയട്രി അങ്ങനെ സ്ട്രക്ചറും ഫോമും ഒന്നും വെച്ച് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഈ ഒരു കമ്പാരിസൺ നടത്തുന്നത്. Keating reminds his students that poetry is an art meant to evoke emotions, inspire thoughts and connect to the human experience. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോയട്രി എന്ന് പറയുന്നത് നമുക്ക് ഇമോഷൻസ് ഇവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തോട്ട്സ് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അത് മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഹിസ് വേർഡ്സ് urge students to embrace poetry with passion and imagination rather than reducing it to sterile metrics. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുപോലെ ആ മെക്കാനിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് മാറ്റിക്കൊണ്ട് ഒരു ഇമാജിനേഷനോടും പാഷനോടും കൂടിയിട്ട് പോയട്രിയെ സമീപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. How does Mr. Keating explain the difference between courses like medicine and engineering and studying poetry? ഇനി മെഡിസിൻ, എഞ്ചിനീയറിംഗ് പോലുള്ള മറ്റ് വിഷയങ്ങളും പോയട്രിയും തമ്മിലുള്ള ഡിഫറൻസ് അദ്ദേഹം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? Keating acknowledges the importance of disciplines like medicine and engineering in sustaining life. നമുക്ക് ജീവിതം നിലനിർത്തുന്നതിനും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനും ഒക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അംഗീകരിക്കുന്നു. These fields focus on solving practical, tangible problems, ensuring physical survival and functionality. നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും നമുക്ക് പ്രായോഗികമായിട്ട് ഉപകാരപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എഞ്ചിനീയറിംഗ്, മെഡിസിൻ പോലുള്ള ഫീൽഡുകൾ എന്നൊക്കെ അദ്ദേഹം പറയുന്നു. In contrast, poetry and the arts address the intangible aspects of life, such as passion, beauty and emotional fulfillment. ഇനി ഇതിന് വിപരീതമായിട്ട് പോയട്രിയും ആർട്സും ഇൻടാഞ്ചിബിൾ ആസ്പെക്ട്, അതായത് നമുക്ക് പുറമേക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. നമ്മുടെ ഒരു പാഷൻ, ബ്യൂട്ടി, ഇമോഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടും പോയട്രിയും കൈകാര്യം ചെയ്യുന്നത്. ഹി ഹൈലൈറ്റ്സ് ദാറ്റ് വൈൽ ടെക്നിക്കൽ നോളജ് എൻഷുവേഴ്സ് സർവൈവൽ, പോയട്രി എൻറിച്ചസ് ലൈഫ് ആൻഡ് ഗീവ്സ് ഇറ്റ് മീനിങ്. അപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മറ്റു വിഷയങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം നൽകുന്നതും അത് എൻറിച്ച് ചെയ്യുന്നതും ആർട്ടും പോയട്രിയുമാണെന്ന് അദ്ദേഹം പറയുന്നു. വാട്ട് ഡു ദ റിയാക്ഷൻസ് ഓഫ് ദ ലേണേഴ്സ് ടു മിസ്റ്റർ കീറ്റിംഗ് സജസ്റ്റ് അബൌട്ട് ദർ ഇന്നർ കൺഫ്യൂഷൻസ് ആൻഡ് ഗ്രോത്ത്? ഇനി ഇദ്ദേഹം ഈ പേജ് കീറിക്കളയാൻ വേണ്ടി പറയുന്ന സമയത്തുള്ള ഈ സ്റ്റുഡൻസിന്റെ റിയാക്ഷൻ, അവരുടെ ഒരു ഇന്നർ കൺഫ്യൂഷനും ഗ്രോത്തും എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? The learners' initial hesitation reflects their adherence to societal norms and fear of breaking rules. അപ്പോൾ തുടക്കത്തിൽ ഇദ്ദേഹം പേജ് കയറി കളയാൻ പറയുന്ന സമയത്ത് ആരും തയ്യാറാവുന്നില്ല, ഒരു സംശയത്തോട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ പേജ് കയറാൻ പാടില്ല എന്നുള്ള ഒരു ഫിയർ ഓഫ് ബ്രേക്കിംഗ് റൂൾ, നിയമം തെറ്റിക്കുക അല്ലെങ്കിൽ സമൂഹത്തിന്റെ രീതികളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളൊരു മനോഭാവമാണ് അവരവിടെ പ്രകടിപ്പിക്കുന്നത്. Their eventual participation in ripping out the pages indicates their openness to challenging traditional methods. എന്നാൽ ഇദ്ദേഹത്തിന്റെ എൻകറേജ്മെന്റോട് കൂടിയിട്ട് അവർ ആ പേജുകളൊക്കെ കീറിക്കളയാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ അവർ ഈ ട്രഡീഷണൽ മെത്തേഡുകളൊക്കെ, പരമ്പരാഗത രീതികളൊക്കെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ മൈൻഡുള്ള ആളുകളാണ് എന്നുള്ള കാര്യം അവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. ദിസ് ഷിഫ്റ്റ് സിംബലൈസസ് ദെയർ ഗ്രോവിംഗ് ക്യൂരിയോസിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു എംബ്രേസ് ന്യൂ പെർസ്പെക്റ്റീവ്സ്.
അപ്പോൾ അവർ ഇതുവരെ ധരിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് പുതിയ വീക്ഷണങ്ങളെ അവർ സ്വീകരിക്കുന്നതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് നമ്മളത് കാണുന്നത്. The learners' reactions reveal their inner conflict between conforming to expectations and exploring their individuality. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കാണുന്നത്. തുടക്കത്തിൽ അവർ ഈ പേജ് കയറാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ പതിവ് പോലെ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ പിന്തുടരാനുള്ള ഒരു ടെൻഡൻസിയാണ്, ആ ഒരു കൺഫ്യൂഷനാണ് അവിടെ നമ്മൾ പ്രകടിപ്പിക്കപ്പെടുന്നത്. എന്നാൽ പിന്നീട് അവർ ആ പേജ് കയറാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ പുതിയ പെർസ്പെക്റ്റീവ് എല്ലാം സ്വീകരിക്കാനുള്ള ഒരു ഓപ്പൺ മൈൻഡ് ഉള്ളതായിട്ടും കൂടി നമ്മളവിടെ കാണുന്നുണ്ട്. വാട്ട് ഹാവ് യു ലേൺ അബൌട്ട് ദ പവർ ഓഫ് ഗുഡ് സ്പീക്കിംഗ് സ്കിൽസ് ഫ്രം ദ സീൻ? ഇനി ഈ ഒരു സീനിൽ നിന്ന് ഒരു ഗുഡ് സ്പീക്കിംഗ് സ്കില്ലിനെ കുറിച്ച് നമ്മൾ എന്തെല്ലാം കാര്യമാണ് മനസ്സിലാക്കുന്നത്? കീറ്റിംഗ്സ് എബിലിറ്റി ടു കണക്ട് വിത്ത് ഹിസ് ഓഡിയൻസ് ഹൈലൈറ്റ്സ് ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഓഡിയൻസുമായിട്ട് വളരെ ബോറടിച്ചിരിക്കുന്ന ഒരു ക്ലാസ് ആയിട്ടാണ് തുടക്കത്തിൽ നമ്മൾ ഈ സീനിൽ കാണുന്നത്. എന്നാൽ അവരെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ആ ക്ലാസ്സിനെ മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ട്രാൻസ്ഫോർമേറ്റീവ് പവർ നമ്മൾ ഈ സീനിനകത്ത് കാണുന്നു. ഹി യൂസസ് ആൻ ആക്റ്റീവ് എൻഗേജിങ് അപ്രോച്ച് such as a physical act of ripping pages to capture the students' attention. ഇനി അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ സ്റ്റുഡൻസിന്റെ അറ്റൻഷൻ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പേജ് കീറിക്കളയുക തുടങ്ങിയിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പോഴാണ് ആ സ്റ്റുഡൻസിന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും ഇദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയും ഉണ്ടാവുന്നത്. The use of humor, dramatization and impactful phrases keeps the learners engaged and curious. ഇനി ഇദ്ദേഹം വളരെ ഹ്യൂമറസ് ആയിട്ടും അതുപോലെ തന്നെ ഡ്രാമറ്റൈസ്ഡും നാടകീയമായിട്ടും ഒക്കെയാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതെല്ലാം തന്നെ ഈ ലേണേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഘടകങ്ങളാണ്. The scene illustrates that good speaking skills can inspire change, provoke thought and motivate action, making an enduring impact on the audience. അപ്പോൾ ഈ സീനിൽ നിന്ന് നമ്മൾ കാണുന്നത് നല്ല സ്പീക്കിംഗ് സ്കിൽസ് ഉണ്ടെങ്കിൽ അത് ആളുകളിൽ ചേഞ്ച് ഇൻസ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ആളുകൾക്ക് ഒരു തോട്ട് പ്രൊവോക്കിംഗ് നൽകാനും ഒക്കെ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡു യു തിങ്ക് ദാറ്റ് ദ റിപ്പീറ്റ് ഔട്ട് സീൻ സിംബലൈസസ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഡിസയർ ആൻഡ് സോഷ്യൽ എക്സ്പെക്ടേഷൻസ്? ഇനി ഈ സീനിനകത്ത് ഒരു ഇൻഡിവിജ്വൽ എക്സ്പ്രഷനിലുള്ള ഒരു ആഗ്രഹവും അതുപോലെ തന്നെ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ്, സമൂഹം ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന നമ്മൾ അതിനനുസരിച്ച് പെരുമാറുന്ന ഒരു ടെൻഡൻസിയും എന്നാൽ നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി എക്സ്പ്രസ് ചെയ്യണം എന്നൊരു ടെൻഡൻസി നമ്മളൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് നമുക്ക് ഈ സീനിൽ കാണാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. The repeat out scene profoundly symbolizes a clash between personal freedom and societal conformity. അപ്പോൾ പേഴ്സണൽ ഫ്രീഡവും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ സൊസൈറ്റൽ കൺഫോമിറ്റി, സമൂഹത്തിന്റെ ഒരു നടപ്പ് രീതികളും, ഇത് രണ്ടും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് നമ്മൾ ഈ ഒരു സീനിനകത്ത് കാണുന്നു. The textbook's introduction to poetry represents societal norms that dictate rigid formalic thinking, restricting creative expression. ഇവർ ടെക്സ്റ്റ് ബുക്കിനകത്ത് വായിക്കുന്ന ആർട്ടിക്കിളിനകത്ത് പോയട്രിയെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള രീതിയിൽ വിലയിരുത്തുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതെല്ലാം തന്നെ സമൂഹത്തിന്റെ ഒരു കർശനമായിട്ടുള്ള രീതികളുടെ സിമ്പലായിട്ടാണ് നമ്മൾ കാണുന്നത്. By instructing his learners to rip out the page, Mr. Keating metaphorically challenges these constraints, urging the learners to embrace individuality and think critically. അപ്പോൾ ആ പേജ് കീറിക്കളയാൻ പറയുന്നതിലൂടെ സമൂഹത്തിന്റെ ഇത്തരത്തിലുള്ള ചിട്ടവട്ടങ്ങളെയൊക്കെ അദ്ദേഹം ചലഞ്ച് ചെയ്യുകയാണ്, എതിർക്കുകയാണ് എന്നുള്ളൊരു സിമ്പലാണ് നമുക്ക് അവിടെ കാണുന്നത്. ദി ഇനീഷ്യൽ ഹെസിറ്റേഷൻ ഓഫ് ദ ലേണേഴ്സ് റിഫ്ലെക്ട്സ് ദെയർ ഇന്റേണൽ സ്ട്രഗിൾ ടോൺ ബിറ്റ്വീൻ അഡ്ഹറിംഗ് ടു അതോറിറ്റി ആൻഡ് എക്സ്പ്ലോറിംഗ് ദർ പേഴ്സണൽ ഡിസയേഴ്സ് ഫോർ ഫ്രീഡം ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇനി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തുടക്കത്തിൽ അവർ ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഈ പേജ് കയറാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതുവരെ ശീലിച്ചു വന്നിട്ടുള്ള കാര്യമാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് പഠിക്കുക, ടെക്സ്റ്റ് ബുക്കിന് ഒരു കേടും കൊണ്ടുപോകാതെ നടക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അത് കീറിക്കളയാൻ പറയുമ്പോൾ അവർക്ക് അതുവരെ അവർ സമൂഹത്തിൽ ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങളെ മാറി ചിന്തിക്കാനുള്ളതിലൊരു കൺഫ്യൂഷനാണ് അവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. എന്നാൽ പിന്നീട് അവർ ആ ഒരു ആക്ട് ചെയ്യുന്നതിലൂടെ അവർ ആ ഒരു പേഴ്സണൽ ഫ്രീഡം എംബ്രേസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. The act of ripping the pages become a powerful symbol of rebellion against the societal expectations that prioritize conformity over originality. അപ്പോൾ ആ പേജ് കീറിക്കളയുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിന്റെ ഈ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് പെരുമാറുന്ന ആ രീതിയിൽ നിന്ന് മാറി എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് ഒറിജിനൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതിന് സിമ്പിളായിട്ടാണ് നമ്മൾ കാണുന്നത്. The scene serves as a larger commentary on the conflict faced by individuals in a world that often values uniformity over creativity. അപ്പോൾ ആളുകളുടെ ക്രിയേറ്റിവിറ്റിക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെ സമൂഹം പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക എന്നുള്ള ഒരു സംവിധാനത്തെ എതിർക്കുന്നതിന്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിട്ടാണ് നമ്മൾ ഈ സീനിനെ കാണുന്നത്.
ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ആസ്പെക്ട്സ് പ്രസന്റഡ് ഇൻ ദ സീൻ ദാറ്റ് മേക്ക് മിസ്റ്റർ കീറ്റിംഗ് ആൻ എഫക്റ്റീവ് സ്പീക്കർ? മിസ്റ്റർ കീറ്റിംഗ് ഒരു എഫക്റ്റീവ് സ്പീക്കർ ആയിട്ട് വരുന്നതിന്റെ ഘടകങ്ങൾ ഈ സീനിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? Mr. Keating captures the learner's attention by introducing an unconventional and provocative task, ripping pages from their textbook. അപ്പോൾ അദ്ദേഹം സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു ആക്ടിവിറ്റിയാണ് സ്റ്റുഡൻസിന് നൽകുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പേജ് കീറിക്കളയാൻ വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. ദിസ് ആക്ടിവിറ്റി എൻഷുവേഴ്സ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ഇനീഷ്യലി ഡിസ്ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കറിയാം, ഒരു ക്ലാസ് ആവുമ്പോൾ അതിൽ പല ആളുകളും അത് ശ്രദ്ധിക്കാതെയും താല്പര്യമില്ലാതെ ഇരിക്കുന്ന ആളുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പേജ് കീറിക്കളയാൻ പറയുന്ന ഈ ഒരു കാര്യം പറയുന്നത് കൂടിയിട്ട് ക്ലാസ്സിലെ എല്ലാവരും തന്നെ ഇയാൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അത് ശ്രദ്ധിക്കുന്ന ഒരു സിറ്റുവേഷൻ അയാൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു. He acknowledges the learners' doubts and thoughts, addressing their unspoken resistance with empathy and understanding. This makes his message relatable and impactful. ഇനി ഇത് കൂടാതെ തന്നെ ഇദ്ദേഹം ഒരു അധ്യാപകനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സ്റ്റുഡൻസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ആ കാര്യങ്ങളെയും അദ്ദേഹത്തിന്റെ സംസാരത്തിനകത്ത് അഡ്രസ് ചെയ്യുന്നുണ്ട്. Keating uses humor, passion and dramatic gestures to engage his audience. His energetic delivery keeps the learners captivated. ഇനി ഇദ്ദേഹം സംസാരിക്കുന്നതിനകത്ത് ഹ്യൂമർ, അതുപോലെ തന്നെ പാഷൻ, ഡ്രാമാറ്റിക് ജെസ്റ്റേഴ്സ്, വളരെ നാടകീയമായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. ബി ഗോൺ മിസ്റ്റർ പിച്ചാർഡ് PhD എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കടന്നു പോകുന്ന PhDയും കൊണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ ഹ്യൂമർ, പാഷൻ, ഡ്രാമാറ്റിക് എലിമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് നിർത്തുന്നു. The act of tearing the pages symbolizes liberation from restrictive norms, making his message both symbolic and memorable. ഇനി ഇത് കൂടാതെ തന്നെ ഇദ്ദേഹം പറയുന്ന കാര്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് പേജ് കീറിക്കളയാൻ പറയുന്നത്. അതായത് ഇദ്ദേഹം പറയുന്ന ആശയങ്ങൾ സിംബോളിക് ആയിട്ട് അവിടെ ആ പേജ് കീറുന്നതിലൂടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്നതിന്റെ കൂടെ തന്നെ അത് സിംബോളിക് ആയിട്ട് കൂടി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഇമ്പാക്ട് കൂടും എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാൻഡിങ് ഡെലിവറി ഓഫ് ദ സ്പീച്ച്, he forms a circle with the students to address them. It enhances the connection with the audience. ഇനി സാധാരണ ക്ലാസ്സിൽ സംസാരിക്കുന്ന പോലെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് സംസാരിക്കല്ല ചെയ്യുന്നത്. ഈ വിദ്യാർത്ഥികളൊക്കെ അടുത്തേക്ക് വിളിച്ചിട്ട് വട്ടമിട്ട് നിന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ അതും അവരുമായിട്ടൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആയിട്ട കാര്യമാണ്. The combination of his stirring speech and symbolic actions creates a compelling and holistic experience for his learners, leaving a lasting impression. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്പീക്കിംഗ് മെത്തേഡിൽ നമ്മൾ കാണുന്നത്, ഒന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു സംസാരത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഹ്യൂമർ, അതുപോലെ തന്നെ പാഷൻ, ഡ്രാമ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ തന്നെ സിംബോളിക് ആയിട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞ പേജ് കീറിക്കളയാൻ പറയുന്നത്. അതുകൂടാതെ തന്നെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിന് പകരം എല്ലാവരെയും അടുത്തേക്ക് വിളിച്ച് വട്ടമായിട്ടൊന്ന് സംസാരിക്കുന്നത്. അത്തരത്തിലുള്ള സിംബോളിക് ആക്ഷൻസും കൂടിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ ഒരു എഫക്റ്റീവ് സ്പീക്കർ ആയിട്ട് നമ്മൾ കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.